RSS അനുകൂല സംഘടനയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദക്കോളിളക്കം. കോൺഗ്രസിൽ നിന്ന് വിമർശനം കടുത്തതോടെ HRDSന്റെ പുരസ്കാരം നിരസിച്ച് തരൂർ. അനുവാദം ചോദിക്കാതെ പേര് വെച്ചെന്ന വിശദീകരണം. I'm sorry. I just heard about this yesterday. I'm not going. Thank you very much. You are not going, sir? No, I'm not here. Thank you. തരൂർ ഭീഷണികൾക്ക് വഴങ്ങി തീരുമാനം മാറ്റിയതാകാമെന്ന് സംഘാടകർ. സവർക്കർ വിവാദം പൊട്ടിവീണതോടെ തരൂരിനെതിരായ കോൺഗ്രസിലെ രോഷം പൊട്ടിത്തെറിയിലേക്ക്. സവർക്കറുടെ പേരിലുള്ള അവാർഡ് ഒരു കോൺഗ്രസുകാരനും വാങ്ങരുതെന്ന് കെ മുരളീധരൻ. വിമർശനം ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. തരൂർ കോൺഗ്രസിലെ BJP സ്ലീപ്പർ സെല്ലെന്ന് ബിനോയ് വിശ്വം. രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ. അതിജീവിതയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അതിജീവിതയെ അധിക്ഷേപിച്ച് അകത്തായിട്ടും തിരുത്താതെ രാഹുൽ ഈശ്വർ. കോടതിയിൽ കൊടുത്ത ഉറപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാറ്റിപ്പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ല. 5 ദിവസം നിരാഹാരം കിടന്നിട്ട് 11 കിലോ കുറഞ്ഞെന്നും രാഹുൽ ഈശ്വർ. 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. 11 ദിവസമായി. ആലോചിച്ച് നോക്കൂ, 11 ദിവസമായി. സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസമായി. ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമെന്നും രാഹുൽ ഈശ്വർ. കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് ഉടനില്ല. 15 വരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് കോടതിയിൽ അറിയിച്ച് പ്രോസിക്യൂഷൻ. തീരുമാനം പോലീസ് റിപ്പോർട്ട് വരാത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ 15-ന് വീണ്ടും പരിഗണിക്കും. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആകെ പോളിംഗ് ശതമാനം 70.91. കഴിഞ്ഞ തവണത്തേക്കാൾ 2.94% കുറവ്. ഉയർന്ന പോളിംഗ് എറണാകുളത്ത്, കുറവ് പത്തനംതിട്ടയിൽ. തദ്ദേശപ്പോരിന്റെ രണ്ടാം ഘട്ടത്തിൽ 7 ജില്ലകളിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ് മുതൽ തൃശൂർ വരെ നാളെ വിധി എഴുതും. മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ കൈവിട്ട കളിയുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. ആൾക്കൂട്ടത്തിനിടയിലെത്തിയത് മരം മുറിക്കുന്ന മെഷീനുമായി. അപകടകരമായ രീതിയിൽ മെഷീൻ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പരാതി നൽകാൻ CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ്. ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച് പണി വാങ്ങിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെയ്ദാലി കൈപ്പാടിക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിജിറ്റൽ സാങ്കേതിക VC നിയമന തർക്കത്തിൽ ഗവർണർ സർക്കാർ സമവായമില്ല. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പേരുകൾ പരിഗണിക്കണമെന്ന് ലോക്ഭവനിലെത്തി ഗവർണറോട് ആവശ്യപ്പെട്ട മന്ത്രിമാർ. KTUവിലേക്ക് സിസ തോമസ് തന്നെ മതിയെന്നുറച്ച രാജേന്ദ്ര ആർലേക്കർ. ചർച്ചയിലെ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് മന്ത്രി P. രാജീവ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി ചോർന്നെന്ന ആരോപണം. ഒരാഴ്ച മുൻപ് അഭിഭാഷക അസോസിയേഷന് ലഭിച്ച ഊമക്കത്തിലെ വിവരങ്ങൾ വിധിയുമായി സാമ്യമുള്ളതെന്ന് വാദം. അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച സംഘടന. കുരുട്ട് ബുദ്ധി കാണിച്ചാലും എവിടെയെങ്കിലും ഒരിടത്ത് അത് പിടിക്കപ്പെടും എന്നുള്ളത് നമ്മുടെ കാലം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോട്ടെ, അദ്ദേഹം എവിടെ വരെ ഈ കേസ് കൊണ്ടുപോകുമോ അവിടെ വരെ നമ്മളും പുറകേ ഉണ്ടാവും. നീതി കിട്ടും വരെ അതിജീവിതയുടെ പോരാട്ടം തുടരുമെന്ന് ഭാഗ്യലക്ഷ്മി. കേരള സമൂഹം നൽകുന്നത് പരിധിയില്ലാത്ത പിന്തുണ. കേസിലെ ദിലീപിന്റെ നീക്കങ്ങളെല്ലാം ദുരൂഹം. ഫെഫ്കയിൽ നിന്ന് താൻ സ്വയം പുറത്തു പോകട്ടെ എന്നായിരുന്നു ഭാരവാഹികളുടെ നിലപാടെന്നും ഭാഗ്യലക്ഷ്മി ഹലോ മലയാളത്തിൽ. പോളിംഗ് ദിനത്തിൽ പാർട്ടിയെ വെട്ടിലാക്കി അടൂർ പ്രകാശിനെതിരെ കോൺഗ്രസിൽ അമർഷം. വിവാദ പരാമർശങ്ങളിലൂടെ എതിരാളികൾക്ക് അടിക്കാൻ വടികൊടുത്തെന്ന് കെ മുരളീധരൻ. പദവിയിലിരുന്ന് വ്യക്തിപരമായ അഭിപ്രായം പറയരുതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ.
സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ തെളിവെന്ന് പോലീസ്. ഹോട്ടലിൽ ഇരുവരും ഒരേ സമയം ഉണ്ടായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. ശബരിമലയിൽ നിന്നും കട്ട സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ പുരാവസ്തുവായി വിറ്റെന്ന് രമേശ് ചെന്നിത്തല. നടന്നത് 500 മുതൽ 1000 കോടിയുടെ വരെ ഇടപാട്. വിദേശ വ്യവസായത്തെന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ എന്നും ചെന്നിത്തല. വെളിപ്പെടുത്തലിൽ ഇന്ന് ചെന്നിത്തലയുടെ മൊഴിയെടുത്തില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വോട്ടിനെ ചൊല്ലി വിവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിലും വോട്ട് രണ്ടിടത്തായത് എങ്ങനെയെന്ന് CPI. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് VS സുനിൽകുമാർ. ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് തെളിഞ്ഞെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വയനാട്ടിൽ മദ്യം നൽകി വോട്ട് പിടിക്കാൻ CPIM BJP ശ്രമമെന്ന ആരോപണം. പൂതാടി പഞ്ചായത്തിൽ BJP വീട് വാടകയ്ക്കെടുത്ത് മദ്യവിതരണം നടത്തിയെന്ന ആരോപണം. മദ്യവിതരണ ദൃശ്യങ്ങൾ പുറത്ത്. കൊൽപ്പട്ടിയിൽ CPIM സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ മദ്യം എത്തിച്ചെന്ന് പരാതി. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ ആന്തൂരിൽ CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം 3593 പേർക്ക് ഇത്തവണ വോട്ട് ചെയ്യേണ്ടി വരില്ല. മോറാഴ അടക്കം 5ഇടത്ത് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചതോടെ വോട്ട് ചെയ്യേണ്ട. വോട്ടെടുപ്പിന് മുൻപ് തന്നെ രാഷ്ട്രീയ വിജയമെന്ന് അവകാശപ്പെട്ട് LDF. മലയാറ്റൂരിലെ 19-കാരിയുടെ മരണം കൊലപാതകം. ചിത്രപ്രിയയെ സുഹൃത്ത് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നെന്ന് പോലീസ്. അറസ്റ്റിലായ സുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചു. കാണാതായ ദിവസം ചിത്രപ്രിയയും അലനും ഒന്നിച്ചുള്ള CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ. കോഴിക്കോട് നഗരഹൃദയത്തിലെ ആളൊഴിഞ്ഞ പറമ്പ് മിനി കഞ്ചാവ് തോട്ടം. റോഡരികിലെ പറമ്പിൽ നിരവധി കഞ്ചാവ് ചെടികൾ. നട്ടുവളർത്തിയവരെ തേടി എക്സൈസ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്നതിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ചതുപ്പ് മേഖലയിലെ പാത നിർമ്മാണത്തിന് വിശദ പഠനം അനിവാര്യം. വയഡക്ട് രീതി പരിഗണിക്കണമെന്നും സംയുക്ത അന്വേഷണ സമിതി. നിയമസഭാംഗങ്ങളുടെ ശമ്പളം 3 മടങ്ങിലധികം വർദ്ധിപ്പിച്ച് ഒഡീഷ സർക്കാർ. വർധന 1.11 ലക്ഷത്തിൽ നിന്നും 3.25 ലക്ഷത്തിലേക്ക്. ഒഡീഷയിലേത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശമ്പളം. പെൻഷനിലും 3 ഇരട്ടി വർധന. വിവിധ വിഭാഗങ്ങളിലെ വിസ റദ്ദാക്കൽ നടപടി തുടർന്ന് അമേരിക്ക. പൊതുസുരക്ഷ മാനിച്ച് 85,000 വിസ റദ്ദാക്കിയതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെയെന്നും റിപ്പോർട്ട്. ഇമ്രാൻഖാനെ നിയമവിരുദ്ധമായി ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുന്നതായി സഹോദരി അലീമ. ഇമ്രാൻ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം. ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. മോചനത്തിനും ചികിത്സയ്ക്കും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. യുക്രൈനിൽ പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെന്ന് വ്ളോഡിമിർ സെലൻസ്കി. യുദ്ധകാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമ ഭേദഗതിക്ക് നീക്കം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ ഉടൻ US സമർപ്പിക്കുമെന്നും സെലൻസ്കി. 2 വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പകുതിയിലും ഗാസയിലെന്ന് റിപ്പോർട്ടുകൾ. ഗാസ യുദ്ധത്തിൽ മാത്രം മരിച്ചത് 300 മാധ്യമപ്രവർത്തകർ. യുദ്ധമുഖങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യാന്തര സംഘടനകൾ പരാജയമെന്നും RSF. മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ കണ്ണുറുക്കി കാണിച്ച പാകിസ്ഥാൻ സൈനിക വക്താവിന് രൂക്ഷ വിമർശനം. ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി മോശമായി പെരുമാറിയത്. ഇസ്ലാമാബാദിൽ വാർത്താ സമ്മേളനത്തിനിടെ കണ്ണുറുക്കൽ. ഇമ്രാൻഖാനെ കുറിച്ചുള്ള ചോദ്യത്തിന് പിന്നാലെ. മകൾ ആരാധ്യയുടെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ പ്രൊഫൈൽ എന്ന് ഐശ്വര്യ റായ് ബച്ചൻ. മകൾക്ക് സമൂഹമാധ്യമങ്ങളിൽ അക്കൗണ്ടുകളില്ല. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് ആരാധ്യയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാമെന്നും ഐശ്വര്യ റായ്. രണ്ടാം T20യിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും പഞ്ചാബിലെത്തി. T20 പരമ്പരയിലെ 2ാം മത്സരം നാളെ. ആദ്യ ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ. ഒപ്പമെത്താൻ കച്ചകെട്ടി ദക്ഷിണാഫ്രിക്ക. 2ാം മത്സരത്തിൽ സഞ്ജു ഇറങ്ങുമോ എന്ന കാത്തിരിപ്പിൽ ആരാധകർ. UEFA ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് ജയം. ഇന്റർ മിലാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി ലിവർപൂൾ.
ഫ്രാങ്ക്ഫർട്ടിനെ 1-2 ഗോളിന് തകർത്ത് ബാഴ്സ. ടോട്ടനത്തിനും അത്ലറ്റിക്കോ മാഡ്രിഡിനും ജയം, ചെൽസിക്ക് തോൽവി.